ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല സ്വാദിഷ്ടമായ മോരുകറിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. നല്ല ടേസ്റ്റോട് കൂടിയുള്ള ഈ മോരുകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പച്ചമുളകും ചെറിയ ഉള്ളിയും ഒന്ന് വാടി വരണം. അത്രയും നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഈ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു പകുതി ടൊമാറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ അധികം ചേർക്കരുത്, കാരണം അതിൻ്റെ ഒരു പുളിപ്പ് രസവും കൂടി കറിയിലേക്ക് വരും. അതുകൊണ്ട് ഒരു പകുതി ടൊമാറ്റോ മതി, അല്ലെങ്കിൽ ഒരു ചെറിയ ടൊമാറ്റോ ആയാലും മതി. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ടൊമാറ്റോയൊക്കെ നല്ലപോലെ വെന്ത് നല്ല സോഫ്റ്റായിട്ട് വരണം. അത്രയും നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ടൊമാറ്റോയൊക്കെ വെന്ത് ഒന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനെ തവി വെച്ചിട്ട് കുറച്ചൊന്ന് ഉടച്ചും കൂടെ അങ്ങ് കൊടുക്കണം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് ഇനി ചേർക്കുന്നത് നല്ല കുറുകിയ കട്ടി തേങ്ങാപ്പാലാണ്. 1.5 ഗ്ലാസ് തേങ്ങാപ്പാൽ ഞാനിതിലേക്ക് എടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ തന്നെ ഫ്ലെയിം അങ്ങ് സിമ്മിലേക്ക് മാറ്റണം. ഈ തേങ്ങാപ്പാൽ നന്നായിട്ട് ഒന്ന് ടൊമാറ്റോ ആയിട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഇതിനെ ഒന്ന് ചെറുതായിട്ട് ചൂടായാൽ മതി. ഒരുപാട് ചൂടായി പോകരുത്, ഒന്ന് ചൂടാവണം, അത്ര മതി. ഈ തേങ്ങാപ്പാൽ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മോര് ചേർത്ത് കൊടുക്കാം. ഇത് തൈര്, നല്ല കട്ട തൈര്, 1 ഗ്ലാസ് തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ 1 ഗ്ലാസ് തൈര് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയ ശേഷം ഉടച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ്. 1.5 ഗ്ലാസ് തേങ്ങാപ്പാലും 1 ഗ്ലാസ് തൈര്, ഇതാണ് അതിൻ്റെ ആ ഒരു റേഷ്യോ. ആ ഒരു റേഷ്യോയിൽ ചേർക്കുമ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് വരുന്നത്. തൈരും കൂടി ഒഴിച്ച ശേഷം ഇനിയൊന്ന് ജസ്റ്റ് ചൂടാവേ ചെയ്യാവൂ. തൈരും കൂടെ ഒരു 30 സെക്കൻഡും കൂടെ ഒന്ന് വെച്ചിരുന്നാൽ മതി സിമ്മിൽ. ഇത് ചൂടാവരുതെന്ന് ഞാൻ പറയുന്നത്, ഇത് തിളക്കുകയോ പതഞ്ഞ് വരികയോ ഒക്കെ ചെയ്താൽ തൈരും തേങ്ങാപ്പാലും ഒക്കെ അങ്ങ് പിരിഞ്ഞു പോകും. അങ്ങനെ പിരിഞ്ഞാൽ ഈ കറിക്ക് പിന്നെ ടേസ്റ്റേ കാണില്ല. അതുകൊണ്ടാണ് ജസ്റ്റ് ചൂടായാൽ മതി എന്ന് പറയുന്നത്. കറി റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുവറുത്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ്. നല്ല ടേസ്റ്റുള്ള മോര് കറി റെഡിയായിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ. നിങ്ങളിത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.